എന്തും നമ്മൾ തുലനം ചെയ്ത് നോക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടാവും. ഏത് നല്ല ഒരു കാര്യത്തിൻ്റെ അടുത്ത് ഒരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ നല്ല വശം ചീത്ത വശം ഒരു വി വിൽ സിറ്റ് ഇൻ ജഡ്ജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പറയാം. രാശിസ്വരൂപങ്ങളും മനുഷ്യരും ഇപ്പോൾ ഓരോ ആൾക്കാരും ജനിക്കുന്നത് ഓരോ രാശിയിലാണ്, ഓരോ രാശി സ്വരൂപമുണ്ടെന്നാണ് പൊതുവേ പറയുന്നത്. സാർ, അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്തുമാത്രമുണ്ട്? ഈ രാശിയുടെ സ്വഭാവം നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ രാശി സ്വരൂപങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിയിലെ ഓരോ ഇതായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ടാണ് രാശികളും അതിന് സ്വരൂപങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ട് നമ്മൾ ഏതൊരു കാര്യത്തിനകത്തും തിടങ്ങുന്നത് മീനം രാശിയിലാണ്. മേടം തൊട്ട് മീനം വരെയുള്ള രാശികളിലാണ്. മേടത്തിനെ കുറിച്ച് പറയുമ്പോൾ രാശി സ്വരൂപം എന്ന് പറയുന്നത് ആടാണ്. ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന സ്ഥലത്ത് വാസം ചെയ്യുന്നത്, പിന്നെ അത് പെട്ടെന്ന് മറ്റേ ഭക്ഷണം പെട്ടെന്ന് കഴിക്കും, അലഞ്ഞു നടക്കും, അങ്ങനെ പല സ്വരൂപങ്ങൾ, നിഷ്കളങ്കതയാണ്. അങ്ങനെ ഒരു രൂപങ്ങളാണ് മേടം എന്നുള്ള സ്വരൂപത്തിന് ആടിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇടവെന്ന് പറയുമ്പോൾ കാളയാണ്. ഈ കാളയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയുടെ സ്വരൂപം അനുസരിച്ച് അതിന് ശരീരപുഷ്ടി, ഒരു എല്ലാത്തിനും മുന്നോട്ട് പ്രവർത്തിക്കാനുള്ളത്, വളരെ എപ്പോഴും ആ ഒരു കുതിച്ചു പായുന്ന ഒരു ഹിംസാത്മകത കുറച്ച് ഒരു പരിധി വരെ ഉണ്ടാവും, ആക്രമണ സ്വഭാവം ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനം എന്ന് പറയുന്നതിൻ്റെ രാശിസ്വരൂപം എന്ന് പറയുന്നത് വീണയേന്തിയ വധുവും ഗതയേന്തിയ വരനും. അപ്പോൾ ഇവരിൽ ആ പേരിൽ തന്നെ നമ്മൾ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ അവരിൽ ആ രാശിയിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവെ കല, ആയുധം, പാചകം, അങ്ങനെ സംഗീതം, അങ്ങനെ പല ആ രീതിയായിട്ട് ബന്ധപ്പെട്ട്, അതേ സമയത്ത് ആയുധം ഉള്ളതുകൊണ്ട് ആയുധവിദ്യ, ധീരത, അങ്ങനെയൊക്കെയുള്ള ഓരോ ഭാവങ്ങൾ അവരിൽ കാണാം. അത് കഴിഞ്ഞ് മിഥുനം കഴിഞ്ഞ് കർക്കിടകത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ സ്വഭാവം. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പറയുന്നവർ ഞണ്ട് എപ്പോഴും ഒരു മടയിൽ പോയിരിക്കും. അപ്പോൾ പുറത്തു വരാനുള്ള ഒരു വൈമുഖ്യം, ആ വൈമുഖ്യം അതിൻ്റെ മാതിരി അത് എല്ലാവരിൽ നിന്നും അകന്ന് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു അന്തർമുഖത്വം, ചിലതൊക്കെ മറച്ചു വയ്ക്കാനുള്ള ഇത്, അങ്ങനത്തെ ഒരു ഇതാണ് ഈ കർക്കിടകത്തിന് നമ്മൾ പൊതുവെ പറയുന്നത്. ചിങ്ങത്തിലേക്ക് വരുമ്പോൾ ചിങ്ങത്തിൻ്റെ രാശി സ്വരൂപം എന്ന് പറയുന്നത് സിംഹമാണ്. സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു നേതൃപാടവം, ഹിംസാത്മകത, അതായത് അത് വളരെ പെട്ടെന്ന് എന്ത് കാര്യം ഗ്രഹിക്കാനുള്ള താല്പര്യം, അധ്വാനശീലം, അതൊക്കെയും ഈ സിംഹത്തിനെ പറയും. അതിൻ്റെ കൂടെ തന്നെ ആധ്യാത്മിക കാര്യങ്ങളിലും താല്പര്യമുണ്ട്. പിന്നെ സിംഹം ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് അധികം ആഗ്രഹിക്കുന്നത്. അത് സിംഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചിങ്ങം കഴിഞ്ഞ് കന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കന്നി എന്ന് പറഞ്ഞാൽ കന്യ എന്ന് പറയുമ്പോൾ അവർക്ക് ലജ്ജ, സഭാകമ്പം, മടി, അതേമാതിരി സുഖഭോഗങ്ങൾ, ആഡംബരങ്ങളിൽ താല്പര്യം, ഇതിനൊക്കെയാണ് ഈ കന്നി രാശി. തുലാത്തിലേക്ക് വരുമ്പോൾ തുലാത്തിൽ നമ്മൾ പറയുമ്പോൾ തുലാം എന്ന് പറഞ്ഞാൽ തുലാസ്. ആ തുലാമൻ രാശിയുടെ രാശി സ്വരൂപം എന്ന് പറയുന്നത് തുലാസാണ്. തുലാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തും നമ്മൾ തുലനം ചെയ്ത് നോക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടാവും. ഏത് നല്ല ഒരു കാര്യത്തിൻ്റെ അടുത്ത് ഒരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ നല്ല വശം ചീത്ത വശം ഒരു വി വിൽ സിറ്റ് ഇൻ ജഡ്ജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പറയാം. അതുമാതിരി അവർ തുറന്ന് പറയുന്ന ആൾക്കാരായിരിക്കും ഈ തുലാം രാശിക്കാർ പൊതുവേ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ വൃശ്ചികത്തിലേക്ക് വരികയാണ്. വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ വൃശ്ചികം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേളാണ്. തേളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേളെന്ന് പറയുമ്പോൾ തന്നെ വാലുകൊണ്ടാണ് അതിൻ്റെത്. അതിനകത്ത് ഒരു ക്രൂരത, ദുഷ്ടത, ഒരു ആക്രമണ സ്വഭാവം, പലതും മറച്ചു വയ്ക്കുക, ആക്രമണ സ്വഭാവം, അങ്ങനെ പല കാര്യങ്ങളിലും ഒന്നിനെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാത്ത വേറൊരു രൂപത്തിലേക്ക് അങ്ങനെ അവനിലേക്ക് തന്നെ ഒതുങ്ങി മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും നല്ലതല്ല എന്തെങ്കിലും
പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു താല്പര്യം വരെ ഈ വൃശ്ചികം രാശികളിൽ ചില ആൾക്കാർക്ക് പ്രകടമായി കാണാം. അത് കഴിഞ്ഞ് വൃശ്ചികം എന്ന് പറഞ്ഞ് അടുത്ത രാശി എന്ന് പറയുന്നത് ധനുവാണ്. ധനു എന്ന് പറഞ്ഞാൽ ധനുസ്സാണ് രാശി സ്വരൂപം. ആ ധനുസ് എന്ന് പറയുമ്പോൾ തന്നെ അമ്പും വില്ലും എന്ന് പറയുമ്പോൾ തന്നെ ധീരത, അതേപോലെ ആയുധം, യന്ത്രം, വാഹനം, ഇത്തരം കാര്യങ്ങളിൽ അതുമാതിരി എന്തിനും കുതിച്ച് മുന്നേറാനുള്ള ഒരു പ്രാപ്തി ഈ ധനു രാശിക്കാർക്ക് പ്രകടമായിട്ട് കാണാം. അത് കഴിഞ്ഞ് ധനു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ മകരം രാശിയുടെ സ്വരൂപത്തിൽ അരയ്ക്ക് മേപ്പെട്ട് മാനും അരയ്ക്ക് താഴെ മത്സ്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അരയ്ക്ക് താഴെ ഈ മകരം രാശിയിലുള്ള ആൾക്കാരുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗം ശോഷിച്ചതായിരിക്കും. പക്ഷെ അവർക്ക് കുടവയറുണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് ഈ മാനിൻ്റെ സ്വഭാവം കുറേയൊക്കെ കാണിക്കും. അതായത് നിഷ്കളങ്കത, ഒരു ഭയം ഒളിച്ചോടുന്ന ആ ഒരു രൂപത്തിലേക്കുള്ള പല പ്രവണതകളും കാണിക്കും. നിഷ്കളങ്കതയാണ് അവരുടെ മുഖമുദ്ര തന്നെ എപ്പോഴും. അത് കഴിഞ്ഞ് അടുത്ത മകരം കഴിഞ്ഞ് കുംഭം എന്ന് പറയുന്ന പറയുന്ന രാശിയുടെ സ്വരൂപം കുടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കുടത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ കുടത്തിൻ്റെ ഉള്ളിൽ എന്താണ് അതിനൊത്ത് ഉള്ളിൽ ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതുതന്നെയാണ് ആ രാശിക്കാരുടെ പ്രധാന നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു ഇത്. അയാളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ മനസ്സിൽ പലപ്പോഴും അയാൾ ഒരു വഞ്ചന, പറഞ്ഞത് പലതും മറച്ചു വയ്ക്കുക, സ്വഭാവത്തിലും എല്ലാ കാര്യത്തിലും ഒരു വ്യത്യാസങ്ങൾ, ആക്രമണ സ്വഭാവം, അതേ സമയത്ത് അവർക്ക് അധ്വാനശീലം ഉള്ളവരായിരിക്കും, വിദേശ ബന്ധം, അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു താല്പര്യമാണ്. ഇത് കഴിഞ്ഞ് കുംഭവും കഴിഞ്ഞിട്ട് മീനത്തിലേക്ക് എത്തുമ്പോൾ, മീനം എന്ന് പറയുമ്പോൾ മത്സ്യമാണ്. മത്സ്യത്തിൻ്റെ ഈ മീനം രാശി സ്വരൂപമായിട്ടുള്ള ആൾക്കാർക്ക് അവർ ആരിലേക്ക് അങ്ങനെ പിടികൊടുക്കുന്ന സ്വഭാവക്കാരല്ല. പക്ഷേ അവർ നിഷ്കളങ്കരാണ്. എല്ലാ കാര്യത്തിലും എല്ലാവരുമായിട്ട് സഹകരിക്കാനുള്ള ഇതുണ്ട്. അതേപോലെ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ വാസസ്ഥലം മാറ്റും, അല്ലെങ്കിൽ വാസസ്ഥലം മാറാനുള്ള ചിന്താഗതി പ്രകടിപ്പിക്കും. അങ്ങനത്തെ ഉള്ള ഒരു രൂപത്തിലാണ് ഈ മീനൻ രാശിയും. അങ്ങനെ ഓരോ രാശിയിലും ഓരോ ആൾക്കാർക്കും ഇത് ജനറലായിട്ട് പറയുന്നതാണ്. ഇത് ഓരോരുത്തരിലേക്കും പ്രത്യേകമായിട്ട് വരുമ്പോൾ അവരുടെ നേരത്തെ നമ്മൾ ഈ കാലപുരുഷൻ്റെ കാര്യത്തിനകത്ത് പറഞ്ഞ മാതിരി തന്നെ ആ ഭാവബലവും ഗ്രഹത്തിൻ്റെ കാര്യത്വവും ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധുമിത്ര ബന്ധങ്ങളും ശത്രു മിത്ര ബന്ധങ്ങളും അതെല്ലാം. പിന്നെ അത് നമ്മളിപ്പോൾ ഒരു ഭാവത്തിൻ്റെ ഇതിനകത്തേക്ക് പറയുമ്പോൾ വേറെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ഒരു ലഗ്നം, ഒരു ജാതകൻ്റെ ലഗ്നം എടുത്തു കഴിഞ്ഞാൽ ലഗ്നം എത്ര ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കിയിട്ട് അതിൻ്റെ 15 ഡിഗ്രി മുന്നോട്ടും 15 ഡിഗ്രി ഇങ്ങോട്ടും മാറിയിട്ടാണ് ഒരാളുടെ ഭാവം നിൽക്കുന്നത്. അതനുസരിച്ച് ലഗ്നത്തിൻ്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ഭാവം വരുമ്പോൾ ആ 15 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള 30 ഡിഗ്രിയാണ് അടുത്ത ഭാവം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രഹനിലയിൽ ഇപ്പോൾ മറ്റേ മേടം രാശിയിൽ ഉള്ള ലഗ്നം കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ ചില സമയത്ത് രണ്ടാം ഭാവത്തിൽ ഭാവം എന്ന് പറയുമ്പോൾ അതിൽ ചില ഗ്രഹങ്ങൾ നിൽക്കുന്നത് രണ്ടാമത്തെ ഭാവത്തിലേക്ക് മാറും. ആ ഭാവം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടേക്കാം. അതും കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ ഏതൊരു കാര്യത്തിനകത്തും അതിനൊരു നമ്മുടേതായുള്ള ഒരു അനാലിസിസ് നടത്താനും അതിനടുത്തുള്ള ഒരു പ്രഡിക്ഷൻ കൊടുക്കാനും. വളരെ ഇൻട്രസ്റ്റിംഗ്. കാരണം ഓരോ രാശിക്കും ഓരോ പറയുന്ന സ്വഭാവങ്ങൾ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ക്യാരക്ടറിനകത്ത് അതും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ചില കൂറുകാർക്ക് ചിലപ്പോൾ ഡ്യുവൽ ഉണ്ടാവാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ലഗ്നം അനുസരിച്ചിട്ടും കൂറുകാർക്കും, അതായത് മേടം രാശിയും എല്ലാത്തിനകത്തും മേടം രാശിയും മേടം കൂറും, ഇടവൻ രാശിയും ഇടവക്കൂറും എല്ലാം ആ രാശിക്കും കൂറിനും ഒരേപോലെ ബാധകമാണ് ഇത്. ശരി.
സന്തോഷം സാർ. ഇതെല്ലാവർക്കും ഒരു വളരെ വലിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഓൾമോസ്റ്റ് പല ജ്യോതിഷന്മാർക്കും അറിയാമെങ്കിലും ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാധാരണപ്പെട്ട ജനങ്ങൾ ഇന്ന് ശരിക്കും വായനാശീലം കൂടുതലുള്ളതുകൊണ്ട് ഇത് പലർക്കും അറിയാം. പക്ഷേ ഈ കൂറ് എന്നുള്ള സംഭവം നല്ലൊരു ജ്യോതിഷം പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവും. എന്തായാലും സന്തോഷം, നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.